മഴയുടെ ആദ്യ ദിനം തന്നെ തൃശ്ശൂരിൽ വൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിലൊക്കെ വെള്ളം കയറിയത് നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ തൃശ്ശൂരിൽ ഇതാ നഗരത്തിലെ വൻ മരം വീണു. ജില്ലാ ആശുപത്രിക്ക് സമീപം കോളേജ് റോഡിലാണ് മരം വീണത്. ഒരു പെട്ടി ഓട്ടോറിക്ഷ പൂർണ്ണമായും ഒരെണ്ണം ഭാഗികമായും തകർന്നു. വിവരങ്ങളുമായി ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ഇത് കൃത്യമായി ഏതു ഭാഗത്താണ് ഈ മരം വീണത്? മറ്റെന്തെങ്കിലും അപകടം, ആർക്കെങ്കിലും പരിക്കോ മറ്റോ സംഭവിച്ചിട്ടുണ്ടോ? ഇത് എപ്പോഴത്തേക്ക് നീക്കം ചെയ്യാൻ സാധിക്കുമായിരിക്കും? നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. വലിയ മരമാണ്. അതുകൊണ്ട് തന്നെ അത് നീക്കം ചെയ്യുന്നതിന് അല്പം സമയമെടുക്കും. തൃശൂർ സെന്റ് തോമസ് കോളേജ് റോഡിൽ നിന്ന് സ്വരാജ് റൗണ്ടിലേക്ക് കയറുന്ന ആ ഒരു ഭാഗത്ത് ജില്ലാ ആശുപത്രിക്ക് സമീപമാണ് ഈ മരം. ജില്ലാ ആശുപത്രിയുടെ തന്നെ ഈ ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള നഴ്സിംഗ് കോളേജിന്റെ ഉൾപ്പെടെ ഹോസ്റ്റലുകളുള്ള ഇടത്ത് നിന്നിരുന്ന വലിയ മരമാണ് കടപുഴകി വീണത്. മരത്തിന്റെ ചില്ലകളും അതുപോലെ തന്നെ വലിയ തടിയും എല്ലാം തന്നെ നേരെ റോഡിലേക്കാണ് വീണിരിക്കുന്നത്. റോഡിന് സൈഡിലായി പെട്ടി ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്തിട്ടിരുന്നു. അതായത് അവിടെ സ്ഥിരമായി ചുമട്ടുതൊഴിലാളികളും മറ്റും എല്ലാം തന്നെ അവിടെ വാഹനം നിർത്തുകയും അതിനോടൊപ്പം തന്നെ അവിടെ നിൽക്കുകയും എല്ലാം തന്നെ ചെയ്യാറുള്ളതാണ്. പക്ഷെ ആർക്കും ഈ സംഭവത്തിൽ പരിക്കേറ്റിട്ടില്ല. ഈ മരം വീഴുന്ന സമയത്ത് ആ ഓട്ടോറിക്ഷയുടെ അകത്ത് എന്തായാലും ആളുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മറ്റ് വലിയ കാഷ്വാലിറ്റി ഒന്നും ഇല്ലാതിരിക്കാനായിട്ടുള്ള ഒരു കാരണം. എന്തായാലും ആ ഭാഗത്ത് കൂടെയുള്ള ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ മേഖലയിലൂടെ വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. അതായത് മണ്ണുത്തി മേഖലയിൽ നിന്ന് തൃശൂർ റൗണ്ടിലേക്ക് സെന്റ് തോമസ് കോളേജ് റോഡ് വഴി വരുന്ന ഒരു റോഡാണിത്. ആ റോഡിലൂടെ സാധാരണഗതിയിൽ രാവിലെ വലിയ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. ഈ സമയത്ത് തന്നെ ഈ ഒരു സംഭവം ഉണ്ടായതോടുകൂടി തന്നെ വാഹനങ്ങൾ മുഴുവൻ വഴിതിരിച്ചു വിടുകയാണ്. അതുകൊണ്ട് തന്നെ നഗരത്തിൽ ഗതാഗത കുരുക്കും നേരിയ തോതിൽ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ വരും മണിക്കൂറുകളിൽ അത് കൂടാനാണ് സാധ്യത. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി മരം മുറിച്ചു മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മരത്തിന്റെ ശിഖിരങ്ങൾ ആദ്യം മുറിച്ചു മാറ്റി പിന്നീട് ക്രെയിൻ ഉപയോഗിച്ചോ മറ്റോ ഈ വലിയ തടി മാറ്റേണ്ടി വരുമെന്നാണ് നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നമുക്ക് കാണാൻ സാധിക്കും വലിയ തടിയാണ്. അതുകൊണ്ട് തന്നെ അത് എടുത്തു മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പൂർണ്ണമായും അത് എടുത്തു മാറ്റിയ ശേഷം മാത്രമേ എന്തായാലും ഗതാഗതം പുനഃസ്ഥാപിക്കാനായി കഴിയുകയുള്ളൂ. ആദ്യഘട്ടത്തിൽ അതിന്റെ ശിഖിരങ്ങൾ മുറിച്ചു മാറ്റുന്ന നടപടികളാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം ആരംഭിച്ചിട്ടുള്ളത്. മറ്റേതെങ്കിലും തരത്തിൽ മഴയുടെ ദുരിതങ്ങൾ തൃശ്ശൂരിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ആരെങ്കിലുമൊക്കെ ദുരിതത്തിലാണോ? വല്ല ക്യാമ്പുകളോ മറ്റോ ഉണ്ടോ? മാത്രമല്ല, ഈ വെള്ളക്കെട്ട് കഴിഞ്ഞ ദിവസം രൂപപ്പെട്ടിരുന്നു. ഈ തരത്തിൽ ഏതെങ്കിലും ഈ കഴിഞ്ഞ മഴയിലൊക്കെ ഉണ്ടായോ? ഇന്നിപ്പോൾ വെള്ളക്കെട്ട് ഒരു സ്ഥലത്തും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ശക്തമായ മഴയില്ല എങ്കിൽ പോലും നേരിയ തോതിൽ എല്ലായിടങ്ങളിലും തൃശ്ശൂരിന്റെ പല ഭാഗങ്ങളിലും മഴ പെയ്യുന്നുണ്ട്. പക്ഷേ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ, മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരേക്കും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 7ഓളം കുടുംബങ്ങളെ ഇന്നലെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് എന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി ലിഷോയും ശ്രദ്ധിക്കണം. മഴയത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും റിപ്പോർട്ടിങ്ങിനായി പോകുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കുക.